ഈ മണ്ണിലൊക്കെ ഈ മരുന്നെന്നും പറഞ്ഞ് ഒത്തിരി കൂട്ടങ്ങൾ ചേർക്കും. നമുക്ക് കള പറിക്കാതിരിക്കാൻ ഇപ്പൊ ഒരു സാധനം ചേർക്കും. അതൊക്കെ പറഞ്ഞാൽ എന്ത് സുഖമുണ്ടാക്കും കളനാശിനി വിഷം. ഈ തറയിൽ കിടന്നിട്ട് നാക്കൊക്കെ പുറത്തു വെക്കാൻ അത്ര വിഷം കിട്ടുന്നു. അതെ, ഒരുപാട് കുട്ടികൾ ജന്മനാ തന്നെ പട്ടിയുടെ കൂട്ട് നാക്കും പുറത്തോട്ട് കടപ്പോട്ട് കയറിയാൽ സംസാരിക്കാൻ ശേഷിയില്ല. ഞാൻ സമരത്തിൽ ഇരുന്നപ്പോൾ ഒരമ്മയും നിന്നേക്കാളും കുറച്ചുകൂടെ വലുതായ ഒരു മോനും അവരുടെ അനിയത്തെയും കൂടെ വന്നു. ആ അമ്മ പറയാണ്, ആ കൊച്ചായിരുന്നപ്പം ചവച്ചരച്ച് ഭക്ഷണം കൊടുക്കുമായിരുന്നു. ഇപ്പം വെള്ളം പോലെ കഞ്ഞി ഉണ്ടാക്കിയിട്ട് ട്യൂബ് വഴി കൊടുക്കാം. അവന് നാക്കിങ്ങനെയാണ്, അവന് നാക്ക് അത്തോട്ട് കയറത്തില്ല. അങ്ങനെയാവുണ്ട്, അങ്ങനെ കുറവായിരുന്നു. എന്നിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ അമ്മ പറഞ്ഞു കരയായിരുന്നു. എല്ലാവരും ചിരി പൊട്ടൻ പൊട്ടൻ ഓടായിരുന്നു പറയും. എന്നിട്ട് പറഞ്ഞു എൻ്റെ മോൻ ആരെയും ദ്രോഹിക്കാറില്ല, അവന് സ്നേഹിക്കാനേ അറിയുള്ളൂ. ഇങ്ങനെയാണ് അമ്മമാർ സഹിക്കുന്നത്. അത് ജന്മന അങ്ങനെയായിട്ട് ഒരുപാട് വികൃതങ്ങളുള്ള കുട്ടികളാണ്. അതാണ് ഈ നാക്ക് നോക്കി നിന്റെ നാക്കിന് പുറത്തോട്ട് നീക്കിയിട്ട് കയറിയാണെങ്കിൽ എന്തായി? ആണ് നമ്മുടെ കുട്ടികളുടെ സ്ഥിതി.